നൊത്തോലി തോരൻ വെച്ചാൽ ഇത് കുറച്ച് കറിക്കും വേണം, കുറച്ച് തോരനും വേണം. ഞാൻ എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് നോക്കിയാലോ. ഈ നൊത്തോലി കുറച്ചെടുക്കുക, നമുക്കൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. വെച്ചിട്ടുണ്ട്, നമുക്കൊരു അടപ്പെടുത്ത് അടയ്ക്കാം. ഒന്ന് ചൂടാവട്ടെ, അപ്പം നമുക്ക് മുള്ളു എടുക്കാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ പാടാണ്. ചൂടായപ്പം നൊത്തോലി ഇതാണ്ട ഇങ്ങനെ. ഇനി നമുക്ക് പൊരിക്കാനെന്ന് വെച്ചാൽ ഈ മുള്ളെടുക്കാൻ എളുപ്പമാണ്. കാണിച്ചു തരാണ്ട് ഇങ്ങനെ ഇതിൻ്റെ പള്ളയ്ക്കൊരു ഞെക്ക് കൊടുക്കുമ്പോൾ അത് മുള്ള് നല്ലോണം ഇളവി. എൻ്റെ കൈ മൊബൈലിരിക്കുന്നതുകൊണ്ടാണ്. കണ്ട, എന്നിട്ട് മുള്ള് ഇങ്ങനെ വലിച്ചിഞ്ഞെടുക്കാം. കണ്ട ഇങ്ങനെ വലിച്ചെടുക്കാം. ഇതണ്ട തൊലി കളഞ്ഞ് മുള്ള് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നൊത്തോലി കണ്ട മുള്ള് കളഞ്ഞ് കണ്ട, മുള്ള് കണ്ടിരിക്കുന്നുണ്ട്. നല്ലോണം ഇളക്കിയെടുക്കാം, ഒന്ന് ചൂടാക്കിയത്. ഇത് വെള്ളമൊന്നും ഒഴിക്കണ്ട. നമ്മളെ മീനകത്ത് തന്നെ കഴുകുമ്പോൾ വെള്ളം വരുമല്ലോ, അത് ചെറിയ ഈർപ്പമാണ്. അടുപ്പി വയ്ക്കുക, ചെറിയൊരു തീയിടുക, ഒരു ചെറിയ അടപ്പെടുത്ത് അടച്ചാൽ ഇത് കണക്ക് ചെറുതായിട്ടൊന്ന് വാടി കിട്ടും. അപ്പോൾ നമുക്ക് മുള്ളെടുക്കാൻ എളുപ്പമാണ്. തോരൻ, നൊത്തോലി തോരന് 2 കപ്പ് ഉള്ളി, 2 പച്ചമുളക്, ഇച്ചിരി ഇഞ്ചി. ഇത് നമുക്ക് ചെറുതായിട്ട് കഴുകി അരിഞ്ഞെടുക്കാം. നമുക്ക് നൊത്തോലി തോരൻ അരപ്പ് ഇടാം. തേങ്ങ ഇടാം ആദ്യം കേട്ടോ. തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് വേണ്ടത് നല്ലോളമാണ്. നല്ലോളം ഇടണം. വെളുത്തുള്ളി ഇടണം, മുളക് പൊടി ഇടണം, പിന്നെ മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ. ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കുക. ഇപ്പം ഇതാ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കടുകിടാം. കറിവേപ്പില, ഇഞ്ചി അരിഞ്ഞ് വെച്ചേക്കുന്ന ഇട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഒരു പച്ചമുളക് ഇട്ട് ഉള്ളി ഒന്ന് വാടിക്കെട്ടാൽ നമുക്ക് ഇച്ചിരി ഉപ്പിടാം കേട്ടോ. വാടട്ടെ, ഉപ്പിട്ടാൽ എളുപ്പം വാടി വരും. നമുക്ക് ഇച്ചിരി ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത്തിരി മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഉള്ളി വാടിയതിനകത്ത് നമുക്ക് ഇത്തിരി മസാലയും കൂടി, എന്താ മസാലപ്പൊടി, പിന്നെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചതച്ച് വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കട്ടെ. ഇത് നല്ലോണം ഒന്ന്, ഇത് പച്ച മണം, നല്ല മണം വരുന്നുണ്ട്. സത്യം പറയാമല്ലോ, അടിപൊളി ഒരു മണം. മൂക്ക് എൻ്റെ അടുത്ത് വെക്കാൻ വയ്യ, അത്ര മണം കേട്ടോ. എന്നിട്ട് നമുക്ക് നൊത്തോലി ഒന്ന് തട്ടിയിട്ട് കൊടുക്കാം. നമ്മൾ ഉള്ളിക്ക് ഉപ്പിട്ടിട്ടുണ്ട്, നോക്കിയിട്ടേ ഉപ്പിടാവും കേട്ടോ. എന്നിട്ട് നമ്മൾ നൊത്തോലി ഇതിലൂടെ ഇട്ടിട്ട് ചെറിയ തീയിൽ ഇച്ചിരി നേരം അടച്ച് വെച്ചൊന്ന് വേവിക്കുക. അപ്പോൾ ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. നല്ലത് വരും കേട്ടോ. ഇഞ്ചിയും മസാലയും എല്ലാം കൂടി പിടിച്ചപ്പം അടിപൊളി രുചി കേട്ടോ. നല്ലോളം ഇതിൻ്റെയും എരിയും ഉണ്ട്. ഒരു ദിവസം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നല്ല സൂപ്പർ തോരനാണ്. ഇതിൻ്റെ മണം തന്നെ നമ്മളെ മൂക്കി പിടിച്ച് അപ്പോഴും തിന്നാൻ തോന്നും കേട്ടോ. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ഉണ്ടാക്കാൻ മറക്കണ്ട. തോരൻ റെഡിയായി. നൊത്തോലി തോരൻ റെഡിയായി. എല്ലാവരും വെച്ച് നോക്കണം. ഇപ്പം നൊത്തോലി ഉണ്ട്, അടിപൊളി ടേസ്റ്റാണ്. ഒരു ദിവസമെങ്കിലും നിങ്ങൾ വെച്ച് കഴിച്ചു നോക്കണം കേട്ടോ. നമുക്ക് വേറെ കറി ഇല്ലെങ്കിൽ ഈ തോരനും കൂട്ടി ചോറ് തിന്നാം. കൊച്ചുങ്ങൾക്ക് പൊടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. മീൻ കറിയൊന്നും ഒഴിക്കാതെ. ഇത് മുള്ളൊന്നുമില്ല, എല്ലാം മുള്ളും എടുത്ത് കളഞ്ഞ് വെക്കാൻ മറക്കരുത്.